ശ്രീ ആരിഫ് ഹുസൈൻ, മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യം ഇനിയും അകലെ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനി ആദ്യം മുതൽക്കേ പഠനം തുടങ്ങേണ്ടിയിരിക്കുന്നു. സേട്ടിന്റെ കുടുംബം കൈമാറിയതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഈ കമ്മീഷന് ചെന്നെത്തേണ്ടി വരും. അപ്പോഴും യാതൊരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും സാധിക്കാതെ, മക്കളുടെ പഠനത്തിനോ കല്യാണ ആവശ്യങ്ങൾക്കോ ലോൺ എടുക്കുന്നതിനോ ഒന്നും സാധിക്കാതെ ഒരു ജനത ഇങ്ങനെ സമരമുഖത്ത് തന്നെ ഇരിക്കേണ്ടി വരികയാണ്. യെസ്, ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ വീണ്ടും നമ്മൾ അതിലേക്ക് വരേണ്ടി വരികയാണ്. 2-3 കാര്യങ്ങൾ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മുനമ്പത്തെ ജനങ്ങൾക്ക് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവർ അടച്ചുകൊണ്ടിരുന്ന ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ ആയത് അതിൽ വഖഫിന് ബന്ധമൊന്നുമില്ല, അത് കോടതി എന്തോ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. ഇത് എന്തിനാണ് ഇങ്ങനെ പച്ചയായ നുണ പറയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വഖഫ് ബോർഡും അതുപോലെ തന്നെ അവർ ഉന്നയിച്ച ആവശ്യവും പ്രകാരം നമ്മളുടെ വഖഫ് സംരക്ഷണ പ്രോപ്പർട്ടി സംരക്ഷണ ഒരു കൂട്ടായ്മയും അതുകൂടാതെ നമ്മൾ നിസാർ കമ്മിറ്റിയും ഇതിനൊക്കെ തുറന്നുണ്ടായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് അവരാവശ്യപ്പെട്ടത് പ്രകാരമാണ് റവന്യൂ ഡിവിഷനോട് ഗവൺമെൻറ് വാക്കാൽ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ഈ പറയുന്ന ടാക്സ് കളക്ട് ചെയ്യുന്നത് നിർത്തണമെന്ന്. അത് വാക്കാലുള്ള ഒരു ഓർഡർ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കരമടയ്ക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് പിന്നീട് റവന്യൂ ഉദ്യോഗസ്ഥരാണ് പറയുന്നത് നിങ്ങളുടെ കരം ഇവിടെ സ്വീകരിക്കാൻ കഴിയില്ല, അതിന് ഇന്ന ഒരു പ്രശ്നമുണ്ട്, വഖഫിൻ്റെ ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അത് അടയ്ക്കാൻ പറ്റാതെ ആയിപ്പോയത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ പങ്ക് വഖഫിനുണ്ട്. എന്തിനാണ് ആ പങ്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ നമ്മളുടെ സലീം സാഹിബ് ശ്രമിക്കണമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിനാണ് വഖഫിനെ വെളുപ്പിക്കുന്നത്? വഖഫ് ഉണ്ടാക്കുന്ന കുഴപ്പം അത് കുഴപ്പമാണെന്ന് പറയാൻ എന്തിനാണ് തടസ്സം? ആ തടസ്സം മുസ്ലിങ്ങളടക്കം ഫേസ് ചെയ്യുന്ന വിഷയമായിരിക്കെ നിങ്ങൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ മെനക്കെടുന്നത്? അപ്പം ഇങ്ങനെ ഉണ്ടായ സ്ഥിതിയിൽ നിന്ന് അത് പിന്നീട് ആ ജനങ്ങൾ വീണ്ടും കോടതിയിലേക്ക് സമീപിച്ചപ്പോഴാണ് പിന്നീട് അത് പ്രശ്നമായിട്ട് മാറുന്നതും അവിടെ ആ സംഗതി ഒരു ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ അത് ഉറപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോഴും ഈ സ്ഥലം വഖഫാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല ആ നിയമം വരുന്നത്. കാരണം വഖഫിൻ്റെ ചില അവകാശവാദങ്ങൾ പ്രകാരം അവരുടെ രീതികൾ പ്രകാരം വഖഫിന്റെ തീരുമാനമാണ് അന്തിമം എന്ന വഖഫ് നിയമത്തിലെ തന്നെ പ്രശ്നമാണ് കോടതിയും അവിടെ ഉപയോഗിക്കേണ്ടി വന്നത്. കോടതിയും അതിന് ബൗണ്ട് ആണ്. അതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇന്നത് ടാക്സ് അടയ്ക്കാൻ പറ്റാതെയാകുന്നത്. ഈ വസ്തുത നിങ്ങൾ എത്ര മണ്ണിട്ട് എത്ര കൊട്ടക്കണക്കിന് പുട്ടി അടിച്ചാലും ഇത് നിങ്ങൾക്ക് ഒളിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം. ഒന്നത്. രണ്ടാമത്തത്, ഇവിടെ ഈ പറയുന്ന വിഷയങ്ങളിലൂടെ ഇദ്ദേഹം പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു തമാശയാണ് ഓർമ്മ വരുന്നത്. അതായത് വണ്ടിയുടെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരു കണ്ടക്ടർ ഞെട്ടി എഴുന്നേറ്റിട്ട് പറയാണ്, ഞാൻ ജന്മം ചെയ്താൽ എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റിയറിങ് ഞാൻ ഇടത്തോട്ട് ഒടിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സ്റ്റിയറിംഗ് ഓടിക്കേണ്ട പണി അത് കണ്ടക്ടർക്ക് അല്ലല്ലോ, അത് മുന്നിലിരിക്കുന്ന ഡ്രൈവറല്ലേ ഓടിക്കേണ്ടത്. ഇവിടെ അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മളുടെ സംസ്ഥാന സർക്കാരും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുപോലൊരു വിഷയം വരുമ്പോൾ ഇത് കേന്ദ്ര ആക്റ്റും കേന്ദ്ര സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിലെ കാതലായ വിഷയം ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് സാധിക്കുക? പിന്നീട് ചില വിട്ടുവീഴ്ചകൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം. അതിന് ആരാണ് ഇവിടെ അനുനയിക്കപ്പെടേണ്ടത്? അത് ഇവിടുത്തെ വഖഫ് ബോർഡല്ലേ. എന്നാൽ അതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, അവർക്ക് വീണ്ടും അവരുടെ വാദങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വഴിവെക്കുന്ന തരത്തിലുള്ള രീതികൾ കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അവരുടെ ആ അവകാശവാദങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണ്, അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസം പോലും ഇല്ല എന്ന രീതിയിലേക്കൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇത് ആർക്കാണ് സത്യത്തിൽ കോൺഫിഡൻസ് കൊടുക്കുന്നത്? അത് വഖഫിനല്ലേ, അത് ജനങ്ങൾക്കല്ലല്ലോ, ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്കല്ലല്ലോ. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇനി ഇവിടെ ഇദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു എന്താണ്, ഞങ്ങൾ സമരത്തിന് ഇറങ്ങും ഒരു ഘട്ടം വന്നാൽ. BJP സ്പോൺസേഡ് സമരമൊന്നും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് ഈ പ്രശ്നം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇതുവരെ അദ്ദേഹത്തിന്റെ സമരം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി ഇവർ യഥാർത്ഥത്തിൽ സമരവുമായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ 1-2 മാസം ആവുന്നു, ഇപ്പോഴും ഇതുവരെ ഇറങ്ങാൻ ഇവർക്ക് സാധിച്ചില്ല. പക്ഷേ പ്രശ്നം, നിങ്ങൾ സമരം ചെയ്യുന്നത് ആളുകൾ മുഴുവൻ BJP സ്പോൺസർ. നിങ്ങൾക്ക് എന്തുകൊണ്ട് നാളെ തന്നെ ഇറങ്ങി ചെന്നിട്ട് അവരുടെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ട് അവരുടെ ആ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഒരു സമരത്തിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ സമരം ചെയ്യുന്നത് ശരിയല്ല, അവരുടെ സ്പോൺസർഷിപ്പ് ശരിയല്ല, അവർ ഉയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ വള്ളി മിസ്സായി, സംഗതി മിസ്സായി എന്നൊക്കെ പറയുന്നത് ഇത് എന്തുതരം രീതിയാണെന്നാണ് നമ്മൾ ചോദിക്കാനുള്ളത്. നിങ്ങൾ ഏറ്റവും മിനിമം സമരം ചെയ്യുന്ന ആളുകളുടെ എന്ത് വേണമെങ്കിലും പോട്ടെ, അത് ഏറ്റെടുക്കുന്ന ആളുകളുടെ നിറവോ മണമോ ഒക്കെ പോട്ടെ, പക്ഷെ ആ ജനങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ, അവരെന്താണ് ഇതിനകത്ത് തെറ്റ് ചെയ്തത്?
ഇനി നിങ്ങൾ പറയുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും, അവരുടെ ഒരു തുണ്ട് ഭൂമി പോലും ഇവിടെ പോകാതെ നോക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി അവരുടെ ഭൂമിയാണ്, അവർ ടാക്സ് പേ ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോവാണ്. അവിടെ കടന്നു വന്ന് പ്രശ്നമുണ്ടാക്കിയ ആളുകളെയല്ലേ നിങ്ങൾ സത്യത്തിൽ അവിടെ പറയേണ്ടത്? അതായത് അവരുടെ ലക്ഷ്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അവരുടെ ഇതുപോലെ എന്താണ് കരമടച്ച് സ്വന്തം സ്ഥലമായി ക്രയവിക്രയങ്ങൾ നടത്തി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ സ്ഥലങ്ങൾ ഇതുപോലെ കയ്യേറുന്ന പരിപാടി അത് അനുവദിക്കാനാകില്ല എന്നല്ലേ സത്യത്തിൽ നിങ്ങൾ പറയേണ്ടത്? അതിന് പകരം ഇത് അവിടെ നിങ്ങൾ ഈ ഭൂമാഫിയയോ അതല്ലെങ്കിൽ ഏതെങ്കിലും 5-10 സെന്റ് സ്ഥലം കൂടുതലെടുത്തു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവച്ചുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് അവിടെ തലതിരിഞ്ഞതായി മാറുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതല്ല അതിന്റെ രീതി എന്ന് എനിക്ക് ഉറക്കെ പറയേണ്ടി വരും. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കേണ്ടി വരുന്നത്. ഇതിൽ അമെൻമെന്റ് അല്ല ഇതിന്റെ വഴി എന്ന് പറയുന്നത്, ഇതിൽ ഒരു JPC അല്ല ഇതിന്റെ വഴി എന്ന് പറയുന്നത്. തുറന്ന ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് അതിന് സാധിക്കുമെങ്കിൽ ആ ചർച്ചകൾ അവിടെ നടക്കുമെങ്കിൽ നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനോട് പ്രതിപക്ഷത്തിന് ഉള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള തനിനിറം പുറത്തു വരാനുള്ള ഒരു അവസരം അവിടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ മുത്തലാഖ് നിരോധിച്ച പോലെയും അതല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഈ വഖഫ് ആ നിയമം തന്നെ റദ്ദാക്കുകയാണ് വേണ്ടത്. അത് ഇനിയെങ്കിലും ചെയ്യാണ് വേണ്ടത്. 75 ദിവസവും കാത്തു നിൽക്കാം, നമുക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ 75 ദിവസം കഴിഞ്ഞാലെങ്കിലും അവിടെ വീണ്ടും ഇതിൽ ചില വിഷയങ്ങൾ അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇപ്പോഴും അവിടെ തൊട്ടിട്ടില്ല. അതൊക്കെ വീണ്ടും പരിഹരിക്കാൻ കിടക്കുന്ന വിഷയങ്ങളായിട്ട് മാറുകയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത് നിരോധനമാണ് വേണ്ടത്. ഈ വഖഫ് ആക്ട് എടുത്തു കളയാണ് വേണ്ടത്. ഒരു മതേതര രാജ്യത്തിൽ അത്തരം ഒരു നിയമത്തിൽ മതത്തിന് ഏതെങ്കിലും വിധേന ഒരു മേൽക്കൈ കിട്ടുന്ന രീതിയിലുള്ള ഒരു നിയമം അത് ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ആവർത്തിക്കാനുള്ളത്. ശരി.